അവിടെ തന്നെ നിന്ന് കളഞ്ഞ് കേറി വാ. പേടിക്കണ്ട, ഇരിക്കുക. അവര് വന്ന് എന്തെങ്കിലും പറയും, അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. ഇരിക്കുക. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും. നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. ആഹാ, അത് ശരി. ആഹാ, അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ. എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോളാ. ഓ രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്തു തരാന്ന് പറഞ്ഞുകൊണ്ട് വന്നാ. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ. അതെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ഞങ്ങൾ ഞങ്ങളുടെ മുറി ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പഞ്ഞിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തടുത്തിരുന്നാ പേടിക്കണം. എപ്പോഴാ കത്തുകയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചകം അടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാണ്. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്. ഐ വിൽ മൈൻഡ്. യു വേണ്ടായിരുന്നു. വേണം. വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ. രാധയിരിക്കെ ഇരിയടോ. കാറ് പൊക്കോണ്ടേയിരുന്നു. ഒരു വളവ് തിരിഞ്ഞതും കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി വന്ന വരാന്തയിൽ എങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ. അങ്ങനെ വലിയ സിമ്പതൊന്നും തോന്നേണ്ട കാര്യമില്ല. ഈ തന്ത ആയുഷ്കാലം നന്നാവും പോണില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കണം. തന്ത ആയാലും ശരി, മോനായാലും ശരി. ദീപാ സ്വയം വാലോർന്നോട്ടെ. രാത്രിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി റോഡിന് നീളം കൂടുവോ? സാറിന് 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അവനൊരു ചവിട്ടരാം. എഴുതണം പോടാ. 100 വീലായപ്പോ വേണ്ടില്ലേ? അപ്പൊ 4 വീലായിരുന്നെങ്കിൽ ഇവൻ ആരായിരുന്നേന്? വീണു ആരാ എന്നെ പിടിച്ച? കയ്യെന്ന് വിടറാ. ആരും എന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാണോ മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാവണോ അച്ഛൻ ഇഷ്ടമാവില്ല. എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവൂ. വലിയ വേദാന്തോന്നും പറഞ്ഞ എന്നെ സോപ്പിടല്ലേ. സോപ്പ് ഇട്ടിട്ടുള്ള തന്തയ്ക്ക് ഉറക്കാത്തവനൊക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ മുന്നോട്ട് വന്നേ. വിടറാ. എത്ര മദ്യപിച്ചാലും തമ്പി കണ്ടുള്ളൂ വിടില്ല. നോക്കിക്കോ നോക്കിക്കോ. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. പട്ടാളം വീണു. പൊക്ക് പൊക്ക്. ഓ വാളടിച്ച് എന്നെ കൊണ്ട് വയ്യ. മിക്സിട്ട് തിളപ്പിച്ച വെള്ളവാ. എഴുന്നേറ്റ് മൂടി പോച്ച നാവിയുണ്ടേ. എന്നെ ആരും ചികിത്സിക്കണ്ട. സാറിനെ അല്ല, സാറിന്റെ പനിയെ ചികിത്സിക്കാനാ. എണീക്ക്. ഒന്ന് എണീക്കാൻ. ബ്രാൻഡി എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ശബ്ദിച്ച് മുറി മുഴുവൻ വൃത്തികേടാക്കിയത് കഴുകി തുടച്ച് കിടന്നപ്പോഴേ നേരം വെളുക്കാറായി. ഒന്ന് തിരിഞ്ഞേ. ശനിയാഴ്ച മദ്യപിക്കുന്ന എന്റെ ഒരു ശീലമാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയോന്നു. 7ര ശനി 2ര ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മദ്യപാന ശനി ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക. ശരിക്കും നാവി കൊള്ളു. നന്നായിട്ടൊന്ന് വേർക്കട്ടെ. അങ്ങോട്ട് കുടിച്ചേ. വേണ്ട, വിഷമൊന്നുമല്ല. ചുക്കും കുരുമുളകും കൂടിയിട്ട കാപ്പിയാ. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ട് നാവി കൊണ്ടേ ശരിക്കൊന്ന് വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അടുത്ത മദ്യപാന ശനി വരുമ്പോ എഴുന്നേറ്റ് നടക്കണ്ടേ. അങ്ങോട്ട് വാങ്ങിക്കും. ആഹാ, എഴുന്നേറ്റോ? എങ്ങോട്ടാ പുറപ്പാട്? അത്താഴത്തിന്റെ ആണോ? എന്റെ ഈ ചില്ലറയില്ല. ഉണ്ണാൻ വരുമ്പോ തന്നാ മതി. ഊണിനുള്ളതല്ല. മിക്സിട്ട് ആവി പിടിച്ചതിനും ചുക്ക് കാപ്പിക്കും. അതിനാണോ? അതിന് ഇത്രയൊന്നും വേണ്ട. ഇന്നലെ മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ, അതിനും പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് ഫീസും എല്ലാം കൂടെ ചേർത്താ. മൂന്ന് ടിക്കറ്റ് എടുത്തോ.
അച്ഛനെന്താ 3 ടിക്കറ്റ്? 2 എണ്ണം സ്വയക്ക് ഇരിക്കാൻ 1 എണ്ണം എനിക്ക്. സിനിമ തിയേറ്റർ ആണെന്ന് ഞാൻ നോക്കൂല, ഇടിച്ച് ഫോക്കസ് ഔട്ട് ആക്കി കളയും. ആൾക്കാർ കാണും സ്വയം. ആൾക്കാർ അവിടെ നിൽക്കും. നിക്കട്ടെ. രാജേന്ദ്രൻ ഇവന്റെ ട്യൂഷൻ എടുപ്പ് തിയേറ്ററിലാക്കിയോ? ഞങ്ങൾ തമ്മിൽ ഇന്റലക്ച്വൽ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ഉം. ചേടാ ഇതിനൊരു ഡോസ് കൊടുക്കാതെ പറ്റത്തില്ല. ഇപ്പോഴിവിടെ വെച്ചോ പടം കാണണ്ടേ? പടം നമുക്ക് നാളെയും കാണാം. ഇവര് നാളെ ഇവിടെ വരുമെന്ന് എന്താ ഉറപ്പ്? ഈ പടം നാളെ ഇവിടെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? പടമാണോ വരുന്ന സഹോദരനാണോ? സഹോദരൻ. ആണേ എന്താ വാ. എടാ ദീപം ദീപം ദീപം. അവളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. ഒരു സിനിമ കാണാൻ കൊതിയാവണു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അവളാകെ ടെൻഷനിലായി പോയി. ആദ്യം ഞാനും ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാ, നല്ല സുഹൃത്തുക്കളാ ഞങ്ങൾ തമ്മില്. നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. അയ്യോ തെറ്റും ശരിയൊക്കെ പറയാൻ ഞാൻ ആരാ? നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും, സിനിമയ്ക്ക് പോകും, അതൊക്കെ നിങ്ങളുടെ കാര്യം. നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ. ഇന്നലത്തെ ഒരു 5 രൂപ ബാലൻസ് ഇങ്ങോട്ട് വരും. രാജേന്ദ്ര നിന്റെ ചില്ലറയുണ്ടോ? 2 5 എടുക്കാൻ. ഇല്ല, ആ അപ്പൊ നാളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കടം എടുത്തു കൊടുക്ക്. അച്ഛനായിരുന്നാലും ശരി ആരാച്ചായിരുന്നാലും ശരി, കടം പറയുന്ന പരിപാടി വീട്ടിൽ വേണ്ട. ഓക്കെ. നീ ഇച്ചിരി രസം ഇങ്ങോട്ട് ഒഴിക്കേ. അല്ല എനിക്കെന്താ വിളമ്പാത്തെ? മനസ്സിലായില്ലേ? പണം വെക്കാതെ വിളമ്പുന്ന പരിപാടി ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞൂടെ? പണം കൊടുത്തിട്ട് തന്നെ സാധനം കിട്ടുന്നില്ല, പിന്നെ ആ കടം. ഒരു ദിവസമൊക്കെ ഏട്ടന്റെ ചെലവില് ഏട്ടത്തേമ്മയുടെ കൈ കൊണ്ട് ഊണ് കഴിക്കുന്നതിന് എന്തിനാ പണം? സ്വയെ വിളമ്പിക്കൂടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ. എന്താ വെള്ളം വല്ലതും വേണോ? എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ? ആ ഏട്ടത്തിയ ഇനിയും ചങ്കി ഓ കുത്തരുത്. അപ്പൊ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെയും കൂടെ കൂടാൻ തീരുമാനിച്ചു അല്ലേ? എങ്കിലും നീ ചോദിക്കട്ടെ, ജാതിക്ക് ഇഷ്ടമാണോ? കേടൊന്നുമില്ല. ദേ ഇങ്ങനെ ഉരുട്ടിപ്പരട്ടൊന്നും വേണ്ട. അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്നാണ് ഞാൻ ചോദിച്ചത്. അതോ ഇനി ആ കൊച്ചിനെ തല്ലുകൊള്ളിക്കാനാണോ പരിപാടി? അയ്യോ അങ്ങനെയൊന്നുമില്ല. ആ, പിന്നെന്താ മനസ്സിൽ കണ്ടേക്കണേ? ഏതായാലും മേനോനങ്കളിന് എന്നോട് വിരോധമൊന്നുമില്ല. ജോലിക്കാരി ഒന്ന് ശരിയായ നേരിട്ട് ചോദിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. നാളെ തന്നെ പോയി ചോദിക്കാം. ഒരു അച്ചാരം ഉറപ്പിച്ച് വെച്ചാൽ പിന്നെ ധൈര്യം ഉണ്ടല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, സമയമാകുമ്പോ ഞാൻ പറയാം. എന്നാ ശരി, വായന മുടക്കുന്നില്ല. അയ്യോ അല്ല, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടില്ല, ആ രാധയൊക്കെ ടെൻഷനായി പോയി. അയ്യോ പാവം. നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ആ. വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ സന്തോഷമുള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അവനോട് എന്താ പറഞ്ഞ? ഞങ്ങൾ ഏട്ടത്തിയമ്മ അനിയനും കൂടെ പലതും പറയും. അതിന് തമ്പി സാറിനെന്താ? ചാപ്പാടൊക്കെ കഴിച്ചില്ലേ? അല്ല എരിവും പുളിയൊക്കെ പാകമാണല്ലോ. എന്നാലേ ചെന്ന് കിടന്ന് ഉറങ്ങ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ? അങ്ങോട്ട് കൊടുക്ക. എന്താ ഇത്? ഞങ്ങൾ രണ്ടാളും ഒപ്പിട്ട മുദ്രപത്രോ? ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അച്ഛന് ഇഷ്ടമുള്ള എഴുതി ചേർക്കാം. അച്ഛന്റെ സ്വത്തിൽ ഒരു അവകാശവും ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ട. സാറ് പറഞ്ഞില്ലേ തറവാടും ബാങ്ക് ബാലൻസും ഒക്കെ കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെയല്ല സാർ, അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛനുണ്ടായിട്ടും അച്ഛന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടന്റെ കഥ കേട്ടപ്പോ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ച ഇതൊരു കുടുംബമാക്കാന്ന് കരുതി മോഹിച്ചു വന്നതാ. അച്ഛനെയും മക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. ധിക്കാരമായെങ്കിൽ പൊറുക്കണം. യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് എഴുതി കാത്തിരുന്നാണ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാണെന്നറിയാതെ കോടതി കയറി സാക്ഷിയാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് അച്ഛനെതിരായിരുന്നോ അമ്മയ്ക്കെതിരായിരുന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോ ഇതിന് ഞാൻ വെറും ഒരു സാക്ഷി മാത്രമാണ്. ഇനിയെങ്കിലും സാക്ഷികളെ ശിക്ഷിക്കരുത് അച്ഛാ. ഉപദേശമല്ല, അപേക്ഷയാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ. ബാ.
വിളിച്ചാ വിളി കേൾക്കണ ദൂരത്ത് ഞങ്ങളുണ്ട്. മകനും മരുമകളും ആണെന്ന് കരുതി എപ്പോ വന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. പിന്നൊരു കാര്യം, അവിടെ സാപ്പാടിന് പൈസ വാങ്ങില്ല. അച്ഛനും അനിയനും ഫ്രീ. വന്നേ. ദാ. അയ്യോ, സ്വല്പം ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി. ദാ. നോക്കിക്കോ, ഈ കളി ഞങ്ങൾ തന്നെ. ഉന്നം തെറ്റിക്കല് സ്വയം ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ക്വീനെ അടിച്ച് വീഴ്ത്തില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കളിച്ച കളി വേസ്റ്റ് നെഗറ്റീവ്. പോയി, 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 പോയി. എന്റെ യാതൊരുവിധ സ്വത്തുക്കളും ആവശ്യമില്ലെന്ന് പറഞ്ഞ് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വെച്ചിട്ട് തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ഇറങ്ങിപ്പോന്നു. അവിടെ ഭർത്താവിനെയും കൂട്ടി. അവൾ ഒപ്പിട്ടതിന് മുകളിൽ എഴുതിയിരിക്കുന്ന പേര് സ്വയംപ്രഭ സുരേന്ദ്രൻ എന്നാണ്. അതില് സ്വയംപ്രഭ മാത്രമേ അവൾക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയുള്ള സുരേന്ദ്രൻ എന്റെ സ്വത്താണ്, എന്റെ മകനാണ്, എന്റെ രക്തമാണ്. എന്റെ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞവള് എന്റെ സ്വത്തായ മകനെയും വേണ്ടെന്ന് പറഞ്ഞ് ഇതിലെഴുതി ഒപ്പിട്ട് തരാൻ തയ്യാറാണോ? അച്ഛാ, അവള് പറയട്ടെ. സ്വയംപ്രഭ സുരേന്ദ്രനായി തറവാട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോ സാറ് പറഞ്ഞു അച്ഛൻ, അമ്മ, മക്കള്, ഭാര്യ ഈ വക സ്വന്തം ബന്ധങ്ങളൊന്നും ഇല്ലാന്ന്. ഇപ്പൊ പറയണു സുരേട്ടൻ സാറിന്റെ മകനാണെന്ന്. സാർ ഇപ്പൊ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടനും എന്റെ അനിയനും ഒരു അച്ഛന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെങ്കിൽ സുരേട്ടന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഒഴിയാൻ ഞാൻ തയ്യാറാണ്. ആ മുദ്രപത്രം ഇങ്ങ് തരൂ. മോളെ വേണ്ട, നീ എന്നെ തോൽപ്പിച്ചു. നീ എന്റെ മരുമോളാ. എന്നാ അച്ഛാ ഞങ്ങളെല്ലാം ഒന്ന് അനുഗ്രഹിക്കും. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. നീയല്ലേ പറയാ അച്ഛൻ സിംഹമാണെന്ന്? വെറും പൂച്ച. സാധന